ഹലോ ഫ്രണ്ട്സ്, മാസ്ക്മാൻ ആണ്. ഞാൻ ഇന്ന് ഒരു പുതിയ ഷോപ്പിനെ പരിചയപ്പെടുത്താൻ പോണത്. ഷോപ്പിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെ വെച്ചാൽ നമ്മളെ തിരൂർക്കാടാണ് കേട്ടോ. നല്ല പ്രീമിയം വണ്ടികൾ മുതൽ നല്ല സാധാരണക്കാർക്ക് പറ്റിയ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാൻ പോകുന്നത് നമ്മളെ ഷോപ്പിൻ്റെ ഓൾ ഇൻ ഓൾ ആയ മനു ആണ് കേട്ടോ. സോ മനു, വെൽക്കം ടു ദി ചാനൽ. സോ ഇതാണ് നമ്മളെ ആദ്യത്തെ വണ്ടിയിലെ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2017 മോഡല്. നിലവില് സെക്കൻഡ് ഓൺഷിപ്പിലാണ് നിൽക്കുന്നത്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ കയറിയ വണ്ടിയാണ്. ഇത് മേജറായിട്ട് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. നമ്മൾ ഹോണ്ട ജാസ് ഇത് ഏതാ വേരിയന്റ് വരുന്നത്? ഡീസൽ പെട്രോൾ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് ഏകദേശം എത്ര മൈലേജ് കിട്ടും? ഏകദേശം ഒരു 14-15 ആ ലെവലിക്കൊക്കെ മൈലേജ് കിട്ടുന്ന CVT ഗിയർ ബോക്സിൽ നിൽക്കുന്ന വാഹനമാണ്. ബാക്ക് ഇറങ്ങാത്ത ടൈപ്പ് CVT ഗിയർ ബോക്സിൽ നിൽക്കുന്ന വാഹനം. അതെ അതെ. അപ്പോൾ നമ്മളെ ഒരു ലേഡീസിനൊക്കെ ഒന്നുകൂടി പ്രിഫർ ചെയ്യാൻ കംഫർട്ടായി യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടി തന്നെയാണ്. ഓക്കെ. പിന്നെ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? ഏകദേശം 1 lakh ഓടിക്കുന്ന പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ പോയ വണ്ടിയാണ്. അതല്ലേ. ഓക്കെ. അപ്പോൾ എടുക്കുന്നവർക്ക് ഇനി വേറെ പണിയോ കാര്യങ്ങളോ? നിലവിൽ വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ടയർ ഭാഗം നോക്കുകയാണെന്ന് വെച്ചാൽ ഏകദേശം ഓക്കെ തന്നെയാണ്. ടയേഴ്സും ഏകദേശം ആവറേജ് ടയേഴ്സ് ഉണ്ട് അല്ലേ? ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ? നമുക്ക് അലോയ്സ് ആണ് വരുന്നത്. 17 വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 17 ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. 4 ടയേഴ്സും ഏകദേശം ആവറേജ് ടയേഴ്സ് ഉണ്ട്. പിന്നെ വണ്ടി കാണാൻ കുഴപ്പമൊന്നും നല്ല നീറ്റാണ്. നമ്മൾ ഓക്കെ. അത് കറന്റ് ലോക്കാണല്ലേ? കീ ഇല്ലല്ലോ. കീ ആടെ ഓഫീസിൻ്റെ ഉള്ളിലാട്ടോ. കീ ലോക്കാണ്. സോ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് കേട്ടോ. ഇത് എത്ര നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്? ഇത് ഒരു 5.25 ലെവലിക്കൊക്കെ നമുക്ക് ചെയ്യാം. 5.25 ആണ് അല്ലേ? 5,25,000 കേട്ടോ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ജാസ് V ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഇതിൽ എത്ര ഫിനാൻസ് കയറും നമുക്ക്? ഏകദേശം ഒരു 4 രൂപേൻ്റെ മേലെ. കറന്റ് നമ്മൾ ഗ്ലാസ് ലോക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ മുകളിൽ കൂടെയാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ത്യയിൽ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഒരു 13 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ ചെയ്ത് ഓൾറെഡി ഉള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങൾ, ഓട്ടോ ക്ലൈമറ്റ് AC ഫീച്ചേഴ്സ് വരുമ്പോൾ എല്ലാം ഉണ്ട്. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളുണ്ടു. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 5.25 ആണ് അല്ലേ? അതിൽ ഏകദേശം ഒരു 4ൻ്റെ മേലേക്ക് വരെ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് കേട്ടോ. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ നമ്പർ താഴെ കൊടുക്കാം ഫ്രണ്ട്സ്. അടുത്ത വണ്ടി ഒരു മാരുതി സുസുക്കിൻ്റെ സ്വിഫ്റ്റ് ഡിസയർ ആണ് കേട്ടോ. മനു, ഇത് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016 മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ZI ആണ്. ZI ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതല്ലേ, ZI ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. മേജറായിട്ട് ആക്സിഡന്റോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ കയറിയ വണ്ടിയാണ്. ഇത് എത്ര ഓണർഷിപ്പ് വരുന്നത്? ഇത് നിലവിൽ 3ാമത്തെ ഓണർഷിപ്പാണ്. 3ാമത്തെ ഓണർഷിപ്പാണ് അല്ലേ? കിലോമീറ്റർ 1.13 ഓടിയിരിക്കുന്ന ഫുള്ള് കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ പോയ വണ്ടി തന്നെയാണ്. ആണല്ലേ. ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഏകദേശം ഒരു 20ന്റെ ലെവലിക്ക് മൈലേജും ലഭിക്കുന്ന വണ്ടി തന്നെയാണ്. 20 വരെ മൈലേജും നമുക്ക് എന്തായിട്ടും പ്രിഫർ ചെയ്യാം അല്ലേ? ഏറ്റവും ZI ഓപ്ഷൻ ആണ്. അതുകൊണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, AC, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടിയാണ്. ഓട്ടോ ക്ലൈമറ്റ് AC കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. എല്ലാം വരുന്ന വണ്ടിയാണ് അല്ലേ? ഓക്കെ. മേജറായിട്ട് ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ വന്നിട്ടില്ല. നമ്മളെ സെഡാൻ സെഗ്മെന്റിൽ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടി കേട്ടോ. മേജറായിട്ട് ബോഡിയിൽ തന്നെ വലിയ പാച്ച് വർക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഇത് 360 ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട്? ഇല്ല, ക്യാമറ നിലവിലില്ല. ക്യാമറ നിലവിലില്ല അല്ലേ? ഓക്കെ. സെൻസേഴ്സും കാര്യങ്ങളും ക്യാമറയുടെ ഫോട്ടോ കണ്ടു. സോ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല നീറ്റായിട്ട് തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടയേഴ്സ് ആണെങ്കിൽ നല്ലൊരു ആവറേജ് ടയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇത് ഇൻബിൽട്ട് അലോയ് വീൽസും കാര്യങ്ങളായിട്ട് വണ്ടിയിൽ വരിക. ഏകദേശം ഫൈനൽ നമുക്കൊരു 5 റുപ്യ ലെവലിലൊക്കെ ചെയ്യാം. 5 റുപ്യക്ക് നമുക്ക് ചെയ്യാം അല്ലേ? ആ ലെവലിക്കൊക്കെ ചെയ്യാം. ഓക്കെ. 5 റുപ്യക്കൊക്കെ നമുക്ക് വണ്ടി ചെയ്യാനാട്ടോ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ സൈഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇൻബിൽട്ട് മ്യൂസിക് സിസ്റ്റം ആണോ? അത് അതെ ആണല്ലേ. ZIയിലെ ഇൻബിൽട്ട് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഓട്ടോ ക്ലൈമറ്റ് AC, പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്ന വണ്ടിയാണ്. 20 വരെ നമുക്ക് ഡീസൽ മൈലേജും കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇത് എത്ര നമുക്ക് ലോണ് കയറും? ഇത് ഏകദേശം 4.5ന്റെ മേലക്ക് 4.90 ആ ലെവലിൽ തന്നെ ഫിനാൻസ്. ഇത് മാക്സിമം ലോൺ കയറേണ്ട വണ്ടിയാണ്. മാക്സിമം ലോൺ കയറില്ലേ? നല്ല ഒരു സിബിൽ സ്കോർ ഒക്കെ ഉള്ള ആളാണെങ്കിൽ മാക്സിമം 5ന്റെ അടുത്ത് തന്നെ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ എന്തായാലും കയറും കേട്ടോ. ഫ്രണ്ട്സ്, അടുത്ത വണ്ടി നല്ല എൻക്വയറി ഉള്ള ആൾക്കാർ എടുക്കാനൊക്കെ കൊതിക്കുന്നൊരു വണ്ടിയാണ്. മാരുതി സുസുക്കിൻ്റെ സ്വിഫ്റ്റ് ആണ് കേട്ടോ വണ്ടി. ഇതെങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2013 മോഡല്, 14 രജിസ്റ്റർ. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത് നിലവിൽ 4ാമത്തെ RC ഓണറിലാണ് ഇപ്പോൾ കിടക്കുന്നത്. 4ാമത്തെ RC ഓണർ ആണല്ലേ. ഇത് വേരിയന്റ് വരുന്നത് ZI ആണ്. ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന, സ്റ്റിയറിംഗ് വോളിയം കൺട്രോൾ, ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി തന്നെ. എല്ലാം വരുന്ന വണ്ടിയാണ് അല്ലേ? ആഫ്റ്റർ മാർക്കറ്റ് അലോയ് വീല് കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്താണ്. ഓക്കെ. പക്ഷെ ഇത് ഓൾറെഡി നമുക്ക് അലോയ്സ് തന്നെയല്ലേ വരിക? ZIയിൽ
കമ്പനി അലോയിൽ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് ആഫ്റ്റർ മാർക്കറ്റ് കസ്റ്റമർ അലോയ്സും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് കേട്ടോ. ഡിഫോഗർ മീൻസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, ഇത് നീറ്റാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് മേജറായിട്ട് ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നും കയറിയിട്ടില്ല. ഓണർഷിപ്പ് എത്ര പറഞ്ഞു? ഓണർഷിപ്പ് നിലവിൽ ഫോർത്ത് ഓണർഷിപ്പ് ആണ് അല്ലേ. ഇത് നമുക്ക് ഡീസൽ ഏകദേശം എത്ര മൈലേജ് കിട്ടും? ഒരു 18-20 മേലൊക്കെ കിട്ടേണ്ടതാണ്. കിട്ടണ്ടാണല്ലേ, ഒരു 20-22 ഒക്കെ എന്തായാലും മൈലേജ് ഒക്കെ എന്തായാലും കിട്ടില്ല. അത്യാവശ്യം നല്ല പെർഫോമൻസും അതുപോലെ തന്നെ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഇന്റീരിയർ സൈഡ് നോക്കി നോക്കാം നമുക്ക്. ഇന്റീരിയറിലും കുഴപ്പമൊന്നുമില്ല അല്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വോളിയം കൺട്രോൾ, ഓട്ടോ ക്ലൈമറ്റ് AC ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് എത്ര നമ്മൾ ചോദിക്കുന്ന റേറ്റ്? ഇത് 3.25 ലെവലിക്കൊക്കെ നമുക്ക് ചെയ്യാം. 3.25 അല്ലേ? 3.25 ലെവലിക്കൊക്കെ ചെയ്യാം. എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടാവില്ല? മാക്സിമം വന്ന് കസ്റ്റമർക്ക് അനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന റേറ്റിന് ചെയ്യാം. ഇത് ഫിനാൻസ് കിട്ടും നമുക്ക്? ഫിനാൻസ് കിട്ടേണ്ടതാണ്. ഏകദേശം ഒരു 3 രൂപ 3.25 ഉള്ളിലൊക്കെ ഫിനാൻസും കിട്ടണം. 3.25 ഉള്ളിൽ ഫിനാൻസും കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 10-35-40 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ഓക്കെ, സോ നല്ലൊരു വണ്ടിയാണ് കേട്ടോ. സ്വിഫ്റ്റ് നമ്മളെ ZDI ആണ് വരുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ ഷോപ്പിലെ ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ, ഹുണ്ടായുടെ സാൻഡ്രോ ആണ്. ഇത് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2010 മോഡല്, 10 മോഡലാണ്. സിംഗിൾ RC ഓണർ കിടക്കുന്ന വണ്ടിയാണ്. നിലവില് 1 ലക്ഷം കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. മേജറായിട്ട് ആക്സിഡന്റ് റീപ്ലേസ് റീപെയിന്റും കയറാത്ത സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. 2010 വരുമ്പോൾ ഓൾറെഡി പേപ്പർ കഴിഞ്ഞിട്ടുണ്ടാവില്ല? കഴിഞ്ഞിട്ടില്ല, ഇനി ഏകദേശം ടൈം ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പേപ്പർ എടുത്ത് കൊടുക്കുമോ? പേപ്പർ എടുത്തിട്ട് ചെയ്യണം വെച്ചാൽ അങ്ങനെയും ചെയ്യാം. പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഒരു 1.25 ലെവലിക്കൊക്കെ ചെയ്യാം. സിംഗിൾ ഓണർ വണ്ടിയല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. 2010 ഏകദേശം 1.30 അടുത്ത് ഓട്ടം ഉണ്ട് അല്ലേ? 1.30 അടുത്ത് ഓട്ടം ഉണ്ട്. എന്നാലും സിംഗിൾ ഓണർ വണ്ടിയാണ്. സാൻഡ്രോ സിംഗ് ആണ് അല്ലേ? അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന ഒരു വണ്ടിയാണല്ലേ? പവറുള്ള വണ്ടിയാണ്. ഇതിന്റെ മൈലേജ് നമുക്ക് എത്ര കിട്ടും? ഏകദേശം ഒരു 14 ലെവലിക്കൊക്കെ, ഏകദേശം 14-15 മൈലേജ് കിട്ടും. സിംഗിൾ ഓണർ വണ്ടിയാട്ടോ. സോ തുടക്കക്കാരെന്നുള്ള നിലയിൽ ആരും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഇത് എത്ര നമ്മൾ ചോദിക്കുന്ന റേറ്റ്? ഇത് നമുക്ക് പുതിയ പേപ്പർ എടുത്തിട്ട് 1.25 ലെവലിക്കൊക്കെ ചെയ്യാം. പുതിയ പേപ്പർ എടുത്തിട്ട് 1.25 നമുക്ക് ചെയ്യാം. ഇത് ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്? ഇല്ല, ഇത് ഫിനാൻസ് 10 വണ്ടിയല്ലേ? 10 വണ്ടിയാണ്. അപ്പോൾ ഫിനാൻസ് ഉണ്ടാവില്ല അല്ലേ? സോ ഇന്റീരിയർ സൈഡ് നോക്കിയോളൂ, അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നീറ്റാണ്. സിംഗിൾ ഓണർഷിപ്പ് മാത്രമുള്ള വണ്ടിയാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇന്റീരിയലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ മീൻസ് കൈവിട്ട് യൂസ് ചെയ്യാത്തൊരു വണ്ടിയാണ് തോന്നുന്നുണ്ട്. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് ഓട്ടി പഠിക്കാനൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടി കേട്ടോ. 1.25 5 കൊല്ലം പേപ്പർ വാറണ്ടി എടുത്തിട്ട് ഇവർ തരും കേട്ടോ. ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ലോ കിലോമീറ്റർ ഓടിയ ഒരു ഹുണ്ടായിൻ്റെ ഇയോൺ ആണ് കേട്ടോ. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 മോഡല്. 2017 മോഡല്. നിലവില് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് വെറും 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 48,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ, കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇത് ഏതാ മാഗ്ന? മാഗ്നയാണ് അല്ലേ? അതായത് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. പിന്നെ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ടാവും അല്ലേ? ഫ്രണ്ട്സ്, അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയർ സൈഡ് ആട്ടോ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല നീറ്റായിട്ട് തന്നെ വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ഏകദേശം പോളിഷും കാര്യങ്ങളൊന്നും കഴിയാത്ത കാര്യങ്ങളൊന്നും ഇല്ല. ഇറക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ബോഡിയിൽ മേജറായിട്ട് ആക്സിഡന്റ് ഒന്നും കേട്ടിട്ടില്ലല്ലോ? ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. മാഗ്നയാണ്. വണ്ടിയാണ്. നിങ്ങളിപ്പോ അടുത്ത് പർച്ചേസ് ചെയ്ത വണ്ടിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എത്ര ആസ്കിന പ്രൈസ്? ഇത് ഒരു 2.30 ചോദ്യം. മാക്സിമം റേറ്റിൽ ചെയ്ത് തരുന്നത് 2.30 ആണ്. 2017 മോഡലില്ല? 48,000 കിലോമീറ്റർ. 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് എടുക്കുന്ന വണ്ടിയാണ്. നല്ലൊരു ഓഫർ പ്രൈസ് ആണ്. എന്തെങ്കിലും കമ്മിയാക്കൂ? 2.30 എന്നുള്ളത് എന്തെങ്കിലും മാക്സിമം ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, ഇത് ഫിനാൻസ് കയറുമോ? ഏകദേശം ഒരു 1.5 മേലക്ക് തന്നെ ഫിനാൻസും കയറും അല്ലേ? ഓക്കെ, അപ്പോൾ സാധാരണക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയൊരു വണ്ടി കേട്ടോ. നമ്മളെ യാർഡിൽ വണ്ടി അവൈലബിൾ ആണ്. 2017 മോഡലുണ്ട്. നമ്മൾ ആസ്കിക്കുന്നത് 2.30 ആണ് അല്ലേ? അതിൻ്റെ എന്തായാലും ഫൈനൽ പ്രൈസ് ആവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. നല്ലൊരു വൈറ്റ് ഇയോൺ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഹുണ്ടായുടെ ഒരു i10 സ്പോർട്സ് ആട്ടോ. 2010 മോഡലാണ്. ഏറ്റവും ഫുൾ ലോഡ് കിടക്കുന്ന വണ്ടി കേട്ടോ. അതായത് AC 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? 2010 ആണ്. നിലവിൽ 3ാമത്തെ RC ഓണർ കിടക്കുന്ന വണ്ടിയാണ്. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ഏകദേശം ഒരു 1.35 ലെവലിലേക്ക് ഓടിയിരിക്കണം. 1.35 ജെനുവിൻ ഓട്ടോ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലോ? അല്ല,
തേർഡ് ഓണർഷിപ്പ്. ഓക്കെ, നിലവിൽ തേർഡ് ഓണർഷിപ്പ് ആണ് കേട്ടോ. 1.2 ഇത് 1.2 ലിറ്റർ എഞ്ചിൻ, കാപ്പ എഞ്ചിനാട്ടോ വരുന്നത്. നല്ലൊരു പവർ ഉള്ള ഒരു വണ്ടിയാണ്, നല്ല പവർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞ വണ്ടിയാണെങ്കിൽ നല്ല പവർ ഉള്ള ഒരു വണ്ടി കേട്ടോ. ഏകദേശം നമുക്ക് മൈലേജ് എത്ര കിട്ടും? ഏകദേശം ഒരു 14 ആ ലെവലിക്കൊക്കെ തന്നെ ഉള്ളു കിട്ടും. ഏകദേശം ഒരു 13-14 അടുത്താണ് നമുക്ക് മൈലേജ് കിട്ടുക കേട്ടോ. വണ്ടി എക്സ്റ്റീരിയൽ കാണാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മേജറായിട്ട് ആക്സിഡന്റ് ഒന്നും കേട്ടില്ലല്ലോ? മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഒക്കെ വരുന്ന വണ്ടിയാണ്. മ്യൂസിക് സിസ്റ്റം ഒക്കെ വർക്കിംഗ് അല്ലേ? നമ്മളെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണല്ലേ? ഇന്ത്യയിൽ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല നീറ്റ് തന്നെയാണ്. ഇത് എത്ര നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്? ഇത് പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്ക് 1.40 ആ ലെവലിക്കൊക്കെ ചെയ്യാം. അതായത് 5 കൊല്ലത്തെ പേപ്പർ എടുത്തിട്ട് 1.40 എടുത്താൽ പിന്നെ കസ്റ്റമർക്ക് നിലവിൽ വേറെ പണി കാര്യങ്ങളൊന്നും വരാനൊന്നുമില്ല. ഓക്കെ, അത്യാവശ്യം പവർ ഉള്ളൊരു വണ്ടിയാണ്, കുഞ്ഞൻ വണ്ടിയാണ്. 2010 പേപ്പർ എടുത്തിട്ട് 1.40. അത് ഫൈനൽ പ്രൈസ് ആണോ? അല്ലല്ല, മാക്സിമം നമ്മൾ ഇനി കസ്റ്റമർ വരുമ്പോൾ ചെയ്ത് കൊടുക്കൂലേ? സോ മാക്സിമം കസ്റ്റമർ വരുമ്പോൾ ചെയ്ത് തരും കേട്ടോ. പിന്നെ ഫിനാൻസ് കയറും ഇതിന്? ഫിനാൻസ് കയറാൻ ബുദ്ധിമുട്ടാണ്. 2010 ആവുന്നുണ്ട് അല്ലേ? എന്തായാലും കുഴപ്പമില്ല, നല്ല ലോ ബഡ്ജറ്റിലുള്ളൊരു ഐറ്റം ആണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ.